കോർപ്പറേഷൻ ഓരോ വർഷവും ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കും അത്രേ. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. 6 മാസം കൊണ്ട് തന്നെ ആമയിഴഞ്ചൻ തോട് നിറയും. ആ ഘട്ടത്തിലാണ് വളരെ ഉത്തരവാദിത്വ രാഹിത്യത്തോടു കൂടി അനാസ്ഥയോടുകൂടി കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. എവിടെ പോണു? വെള്ളം കുടിക്കണം. അതുകൊണ്ട് ഈ 117 മീറ്റർ കഴിഞ്ഞാലും കോർപ്പറേഷന്റെയും മേയറിന്റെയും പരിധിയിലുള്ളത് 11 കിലോമീറ്റർ 850ഓളം മീറ്റർ ദൂരം ആമയിഴഞ്ചൻ തോടിലെ മാലിന്യത്തിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അവിടുത്തെ കോർപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു KSRTC ബസ് നിങ്ങൾ തടയാൻ കാണിച്ചതിന്റെ 10-1 ജാഗ്രത മതിയായിരുന്നു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. യഥാർത്ഥത്തിൽ ഇവരെയാണ് കേട്ടോ നികൃഷ്ട ജീവികൾ എന്ന് വിളിക്കേണ്ടത്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളത് കൃത്യമായി നടപ്പാക്കണം എന്നുള്ളൊരു കാര്യം നടപ്പാവാറേ ഇല്ല. മേയർ പറയുന്ന വാചകം എന്ന് പറയുന്നത് റെയിൽവേയുടെ വേസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കപ്പുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതാണ് അവർ പറയുന്നത്. റെയിൽ നീറുകൾ കിട്ടും. ഇതാണ് അവർ പറയുന്നത്. എന്തൊരു ബാലിശവും ഇപ്പൊ പറയാൻ പാടില്ല. കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. അവരൊക്കെ ആ സ്ഥാനത്തിരിക്കേണ്ട സമയം, അവരെ മാറ്റേണ്ട സമയം എത്രയോ അതിക്രമിച്ചു. നോക്കുക, പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി.